വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാച്ചാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. നമുക്ക് ചുറ്റും പരദൂഷണത്തിൻ്റെ ഒരു വേലി തന്നെ തീർത്ത് വെച്ചിട്ടുണ്ട്. അല്ലളിയാ പരദേശ് വേലി തീർത്ത കാര്യമൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലേ? ഓ പരദേശ് അല്ലടാ പരദേശി, പരദൂഷണം. ഓ പരദൂഷണം. ആ വേലി നമ്മൾ പൊട്ടിച്ച് കടക്കണം. അത് പൊട്ടിക്കണമെങ്കിൽ നമ്മളിന്ന് തോക്കണം. അതുപോലെ തന്നെ കാക്കയുടെ വിശപ്പും മാറണം, പശുവിന്റെ കടിയും മാറണം. അങ്ങനത്തെ ഒരു പ്ലാൻ എൻ്റെ ഉണ്ട്. ഈ അവസാന സമയത്ത് കാക്കേനെ പശുവിനെയൊക്കെ എവിടെ നിന്ന് ഒപ്പിക്കാനാണ്? ഞാൻ ഒരു ബനാന ടോക്ക് പറഞ്ഞാണ്. അതായത് റെഫറി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ പരാതി. അതെ, അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഫൗൾ ചെയ്തിട്ടാലും നമ്മൾ മിണ്ടാതെ ഉരിയാടാതെ എണീറ്റങ്ങ് പോകുന്നു. ഫൗള് ചോദിച്ചു വാങ്ങിക്കണ്ടേ? അപ്പം തന്നാ വാങ്ങിച്ചോ, ഭീഷണിപ്പെടുത്തണ്ട. ഒരു കാര്യം ചെയ്യാം, സെന്റിമെന്റ്സ് ഇറക്കി നോക്കിയാലോ? വേണ്ട, നിന്റെ മോഹം വെച്ച് സെന്റി ഇറക്കിയാലും വയലൻസ് ആണെന്നേ തോന്നുന്നു. ഇനി അഥവാ എന്നെ ആരെങ്കിലും ഫൗൾ ചെയ്തിട്ടാലും എന്തോന്നടേ? ഇവന്റെ കാര്യം വിട്, ഇവന്റെ പേര് പോലെ ഒറ്റ മൈൻഡാണെങ്കിലും പറയാം. നീ എന്താടാ ഇങ്ങനെ? അണ്ണാ ഞങ്ങളുടെ കാര്യം വിട്, നിങ്ങളുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നും ഇല്ല കേട്ടാ. യവന്മാരുടെ കാര്യം. അല്ലണ്ണ, എതിര് കളിക്കുന്നവന്മാരെ തോപ്പിക്കുന്നതിന്റെ പ്ലാനൊന്നും നമ്മൾ ഇതുവരെ ചെയ്തില്ല. തോപ്പിക്കാനുള്ളവന്മാരെ പേടിക്കണ്ട, ഓൾറെഡി തോറ്റവന്മാരെ അവന്മാരുടെ ഫാൻസിനെയാണ് പേടിക്കേണ്ടത്.